എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറികളൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇന്ന് 4 മണിക്ക് നമ്മളൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം നമ്മളത് തയ്യാറാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോയൊക്കെ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ പയ്യെ എൻ്റെ ഫുൾ വീഡിയോയ്ക്കൊക്കെ വ്യൂവേഴ്സ് കയറി വരുന്നുണ്ട് പതുക്കെ. അതേപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് മാർബിൾ കേക്ക് പോലത്തെ ഒരു കുട്ടി കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇതെൻ്റെ കുട്ടി ഇഡലിത്തട്ടാണ്. 3 തട്ടുണ്ട്. ഇപ്പം നമ്മൾ കേക്കിനായതുകൊണ്ട് 2 തട്ടേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഒരെണ്ണത്തിൽ 5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ ഇടയ്ക്ക് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൗതുകത്തിന് ഞാൻ മേടിച്ച് വെച്ചതാണ്. എപ്പോഴൊന്നും ഇതിലുണ്ടാക്കുന്നില്ല, ചെറുതായതുകൊണ്ട്. ഇതിലാണ് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ബൗൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിൻ സാധനമായ മൈദ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറുണ്ട്, വാനില എസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരല്പം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂണോളം സോഡാപ്പൊടിയും ചേർക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡറിൻ്റെ കൂടെ. പിന്നെ നമ്മൾ 2 ഫ്ലേവർ എന്ന് പറഞ്ഞില്ലേ, ഒരു വാനില കൂടാതെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്ട്രോബെറിയുടെ പൾപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 കളറിൽ നമുക്ക് സ്പോഞ്ച് കേക്കാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിന് പഞ്ചസാര വേണം, പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അല്പം പാല് വേണം, ഒരു കോഴിമുട്ട വേണം. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ പിന്നെ അതായത് ഫ്ലേവർ ഇല്ലാത്ത എന്ത് ഓയിലും നമുക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് നെയ്യ് തന്നെയാണ്, നെയ്യൊന്ന് ഉരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കട്ടയായ നെയ്യൊന്ന് ഉരുക്കി വെച്ചിരിക്കുക. നെയ്യ് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കുട്ടിപ്പാത്രത്തിനകത്ത് നെയ്യൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കേക്ക് ഇതിനകത്തൊന്ന് പെട്ടെന്ന് അടന്നൊക്കെ കിട്ടാൻ വേണ്ടി നെയ്യൊക്കെ ഒന്ന് പുരട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഓവൻ ഇഡലിപ്പാത്രം ഇവിടെ ചെറു തീയിൽ അങ്ങനെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. കാര്യം ഇതെല്ലാം തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ തിളച്ച് വരണ്ടേ അതിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാതെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഈ പാല്, മുട്ട, പഞ്ചസാര, വാനില എസൻസ് ഇതൊക്കെ ചേർത്ത് നമുക്ക് ഈ മിക്സിയുടെ കുഞ്ഞു ജാറിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഇനി ഓരോന്നോരോന്ന് ചേർക്കുമ്പോൾ കാണാം. നമ്മൾ ഒരു മുട്ട എടുത്ത് വെച്ചത് ഈ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം, തോടൊന്നും വീഴാതെ. മുട്ട ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പാലിൻ്റെ അളവ് ഇച്ചിരി കൂട്ടിയാൽ മതി, നെയ്യും ഒക്കെ ഇച്ചിരി കൂട്ടിയാൽ മതി. ഇപ്പം നമ്മൾ ഇച്ചിരി മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുട്ട ഇട്ട് കൊടുത്തു. നമ്മൾ അടുത്തതിന് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-6 സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 3 4 6.5 സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ ചേർക്കാം, എന്നാലും ഇതിനൊരു അളവുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഒരളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ വാനില എസൻസ് ആണ് ഒഴിക്കാൻ പോകുന്നത്. അത് ഈ ടീസ്പൂണിന് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സാധനം എടുക്കാം. ഇനി നമ്മൾ പാല്, ഇത് തിളപ്പിച്ചാറിയ പാലാണ്. അത് നമുക്ക് ഒരു 4 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇതേ സ്പൂണിന് 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4-4.5 സ്പൂണോളം ഉണ്ട് നെയ്യ്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. ഇനി നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടെ ഒരു ബാലൻസിന് വേണ്ടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. അപ്പം നമ്മൾ ആ മുട്ട, പാല്, നെയ്യ്, മിശ്രിതം, പഞ്ചസാര എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഇതുപോലെ
ഒന്ന് ചെറിയ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കാണിക്കാതെ. അപ്പം നമ്മൾ മുട്ട, പഞ്ചസാര, വാനില എസൻസ് എല്ലാം കൂടെ അടിച്ചെടുത്തത് ഈ ബൗളിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 5-8 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 2, 3. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഒത്തിരി കൂടണ്ട, 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇത് സോഡാപ്പൊടിയാണ്, നമ്മുടെ സാധാരണ സോഡാപ്പൊടിയാണ്. ഇതൊരു പിഞ്ച്, ഇതുപോലെ സ്പൂണിൻ്റെ ഒരു തുമ്പത്തിരിക്കത്തക്ക വിധത്തിൽ മതി. അത്രയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ടീസ്പൂണിൻ്റെ ആ അറ്റത്ത് മാത്രം കാണത്തക്ക വിധത്തിൽ ഇച്ചിരി. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കട്ടയൊന്നുമില്ലാതെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. നമ്മൾ ഒരെണ്ണത്തിൽ സ്ട്രോബെറി ഇതായിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകുതി നമുക്ക് മാറ്റാം. അപ്പോൾ യോജിപ്പിച്ചിട്ടൊക്കെ കാണാം. അപ്പം നമ്മുടെ മാവ് നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു പരുവത്തിലാണ്. ഇങ്ങനെ ഒത്തിരി ലൂസും അല്ല ഒത്തിരി കട്ടിയല്ലാതെ ഇങ്ങനെ വീഴുന്ന പരുവത്തിൽ കട്ടയില്ലാതെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇതിൻ്റെ പകുതി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് അതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ പകുതി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ആക്കി അതിന് ഒരു സ്പൂണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സ്ട്രോബെറിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റോസ് മിൽക്കൊക്കെ തയ്യാറാക്കിയ സ്ട്രോബെറി പൾപ്പ് കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ സ്ട്രോബെറിയുടെ പൾപ്പ് ഒരു 2 സ്പൂൺ ആദ്യം നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം എന്തോരം വേണമെന്നുള്ളത്. 2 ടീസ്പൂൺ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ മിക്സ് ചെയ്യട്ടെ. 2 സ്പൂൺ തന്നെ ധാരാളമാണ്. ഇത് നമ്മൾ കാണുന്ന പോലെയല്ല, പെട്ടെന്ന് കളറാകും. ഇതിനകത്ത് സ്ട്രോബെറിയുടെ ചെറിയ ചെറിയ തരിയായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമുക്കത് കഴിക്കുമ്പോൾ അതിൻ്റെ ഇതും കിട്ടും നമുക്ക്. നമ്മളിതിലേക്ക് 1 സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കളർ കുറവ് പോലെ തോന്നിയത് കൊണ്ട് 1 സ്പൂൺ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു 3 ടീസ്പൂൺ സ്ട്രോബെറി പൾപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കളറും വന്ന് നല്ല മണമാണ്. സ്ട്രോബെറി ജ്യൂസൊക്കെ കുടിക്കുന്ന പോലത്തെ നല്ല മണമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുട്ടി ഇഡലിത്തട്ടിലേക്ക് ഇത് കുറച്ചായിട്ടൊക്കെ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് കാണാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കോട്ടെ. സ്ട്രോബെറി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് യോജിപ്പിക്കട്ടെ. അപ്പം നമുക്ക് ആദ്യം ഓരോ തട്ടിലും വാനില കൂട്ടൊഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, ഒരു 1/2 സ്പൂൺ കണക്കാക്കിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വാനിലയുടെ ആ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ കൂട്ട് ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് ഒരു നുള്ള് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാത്തിലും ഒഴിച്ചിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ എല്ലാത്തിലും സ്ട്രോബെറിയുടെ ആ കൂട്ടൊഴിച്ചു കൊടുത്ത് മാവും കൂട്ടൊഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് വാനിലയുടേത് വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ഒരു സ്വല്പം ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ തട്ടിലേക്കും ഇങ്ങനെ വാനിലയുടെ മൈദ മിക്സ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ കാണാനൊക്കെ ഒരു ലുക്കുണ്ട്. ഇനി അത് ബേക്കായി വരുമ്പോൾ അടിപൊളിയാകും. ഇനി നമുക്ക് വീണ്ടും ഇച്ചിരി സ്ട്രോബെറിയുടെ ഒഴിച്ചു കൊടുക്കാം.
ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് സ്ട്രോബെറി. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ട് പയ്യെ ഇങ്ങനെ ഒരു വര പോലെയൊക്കെ കൊടുക്കാം. നമ്മൾ ഫോർക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഫോർക്ക് വെച്ച് കുട്ടിപ്പാത്രം ആയതുകൊണ്ട് അത്ര ഒരു റെഡിയാകുന്നില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ ഒന്ന് ഇതിനെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു വര കൊടുത്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഡലിത്തട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. വലിയ ഇഡലിപ്പത്തട്ടിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇത് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കുട്ടിപ്പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതിൻ്റെതായ ചെറിയ പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളെ ഇഡലിപ്പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഓരോന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഇഡലിപ്പാത്രം അടച്ചു കൊടുക്കാം. നമ്മൾ ഇഡലിപ്പാത്രം സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായി പോകും. അതുകൊണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇപ്പം ആ തട്ട് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് ഒന്ന് അത് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി പൾപ്പ് ചേർത്ത് ഉണ്ടാക്കിയെങ്കിലും സ്ട്രോബെറിയുടെ കളർ വന്നിട്ടില്ല. ബേക്കായി വന്നപ്പോഴത്തേക്കും ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ അടുത്ത സെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി കളർ ഇങ്ങനെയാണ്. എനിക്ക് ഒന്ന് പൾപ്പ് ആയതുകൊണ്ടായിരിക്കും ഈ ഒരു കളറിൽ വന്നേക്കുന്നത്. എന്തായാലും കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സെറ്റ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് സമയം ഞാൻ കൊടുത്തുള്ളൂ, കുട്ടിപ്പാത്രം ആയതുകൊണ്ട്. പിന്നെ ഇതുകൂടെ വെന്തിട്ട് നമുക്ക് എടുത്തിട്ട് കാണാം. ഇവിടെ കുട്ടി സ്പോഞ്ച് കേക്ക് തണുത്തിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് തണുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ഇളക്കി നോക്കി ഇളകുമോ എന്നൊക്കെ. അപ്പോൾ അത് നല്ല ഗുണ്ടപ്പനായിട്ട് ഇളകി വന്നിട്ടുണ്ട്. കണ്ടോ? ഈ സ്ട്രോബെറിയുടെ ഫ്ലേവർ കളറാണ് ചേർക്കുന്നതെങ്കിൽ ആ ഒറിജിനൽ കളർ പിങ്ക് കളർ കിട്ടും. ഇതിപ്പോൾ നമ്മൾ പൾപ്പ് ചേർത്തേക്കുന്നതുകൊണ്ടാണ് ഈ കളറിലേക്ക് മാറിയത്. ഇനി ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് നമുക്ക് കാണാം. കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് ആ നെയ്യ് പുരട്ടി വെച്ചിരുന്ന ട്രേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് അടിവശത്താണല്ലോ നമ്മൾ വാനില ഒഴിച്ചത്, അതുകൊണ്ട് ആ വശം വാനിലയുടെ കളറ്. അപ്പോൾ നമുക്കിനി എല്ലാം എടുത്തിട്ട് കാണാം. അപ്പം ഞാനുണ്ടാക്കിയ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ സ്ട്രോബെറിയുടെ പൾപ്പ് ചേർത്തത് കൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. നേരെ കുറച്ച് നമ്മൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ കളറാണ് ചേർക്കുന്നതെങ്കിൽ ആ പിങ്ക് കളർ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ നല്ല പതാന്നിരിപ്പുണ്ട്, നല്ല സ്പോഞ്ചാണ്. അപ്പം ഇനി ഒരെണ്ണം ഒന്ന് മുറിച്ച് നമുക്ക് കാണാം. കണ്ടോ? അതൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഞെക്കി നോക്കിയാൽ നല്ല സ്പോഞ്ച് പോലെയല്ലേ, പഞ്ഞി പോലത്തെ മാർബിൾ കേക്ക് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ 4 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. എൻ്റെ കുട്ടി ഇഡലിത്തട്ടിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിന് കാണാനും ഒക്കെ ഒരു ചന്തമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. ഒരു 5-8 സ്പൂൺ മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്പോഞ്ച് കേക്ക് നമുക്ക് ഇഡലിത്തട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ലാസ്റ്റ് ഒരു തട്ട് കൂടെ ഉണ്ട്. സ്ട്രോബെറിയുടെ ആ കൂട്ട് കുറച്ച് ബാക്കി വന്നു, അപ്പോൾ നമ്മൾ അതുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ 4 മണിക്ക് കല്യാണിക്ക് കഴിക്കാൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.